താഴെ വീണ തല മിച്ചം കിട്ടും. നമ്മുടെ തലയെക്കാട്ടിലും വലുത് കാര്യങ്ങളൊന്നും നമുക്കില്ല. കാരണം സ്വന്തം തലയാണല്ലോ ഏറ്റവും വലുത്. റോഡിൽ പോകുന്ന എത്ര പേര് 5000 രൂപയുടെ ഹെൽമെറ്റ് വെക്കുന്നുണ്ട്? 500 വണ്ടി പോയാൽ അതിനകത്ത് 3 വണ്ടിക്കകത്തുള്ള ആൾക്കാരെ ഈ 5000-നും 10,000-നും ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നു. ഇതിന് താടിക്ക് വലിയ സേഫ്റ്റി ഇല്ലെന്ന് ഇത് പ്രത്യേകം എഴുതിയിട്ടുണ്ട്, കമ്പനി തന്നെ എഴുതിയിട്ടുണ്ട് സ്റ്റീൽ ബേഡ്. പക്ഷേ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന ഒരു ഹെൽമെറ്റ് ഷോപ്പിലാണ്. നമ്മൾ വീടിനടുത്തുള്ള ഒരു ഹെൽമെറ്റ് ഷോപ്പാണ്. അപ്പം നമ്മൾ വണ്ടി ഒരുപാട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മൾ വണ്ടി വാങ്ങിക്കാൻ എത്ര രൂപ വേണമെങ്കിലും മുടക്കാൻ നമ്മൾ തയ്യാറുള്ളവരാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും ഷോറൂമിൽ നിന്ന് പുതിയ ഹെൽമെറ്റ് നമുക്ക് വണ്ടിയുടെ ഒപ്പം കിട്ടും, അല്ലെങ്കിൽ നമുക്ക് നാളെ രണ്ടാമതൊരു ഹെൽമെറ്റ് മേടിക്കേണ്ട സമയത്ത് പലപ്പോഴും എനിക്ക് സംഭവിച്ചിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ്. നമ്മൾ ഓടി ഒരു ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഒരു 500 രൂപയുടെ ഹെൽമെറ്റ് ചോദിക്കും. അല്ല, നമുക്ക് ആ ഒരു സമയത്ത് പെട്ടെന്ന് ഒരു ഹെൽമെറ്റിന് ആവശ്യം വരും. അത് സ്റ്റഡി ചെയ്തിട്ടായിരിക്കത്തില്ല ഭൂരിഭാഗം ആൾക്കാരും മേടിക്കുന്നത്. അങ്ങനെ മേടിക്കുന്നവരുണ്ടാവും, മേടിക്കാത്തവരുണ്ടാവും. അങ്ങനെ മേടിക്കാത്തവർക്കൊട്ട് വേണ്ടിയിട്ടാണ് കൂടുതൽ ഈ വീഡിയോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മുടെ ഒരു ഹെൽമെറ്റ് ഷോപ്പിലേക്ക് ചെന്ന് അവിടെ ഒരുപാട് ഹെൽമെറ്റ് ഇങ്ങനെ കടൽ പോലെ ഇരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അന്ന് നമുക്ക് വേണ്ടത് ഏത്, ഓരോ ഹെൽമെറ്റിൻ്റെ പ്രത്യേകത, ഹെൽമെറ്റ് മേടിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. എൻ്റെ ഇപ്പോൾ ഉള്ളത് അജ്മൽ ഇക്കാണ്. അജ്മൽ ഇക്ക, അപ്പം അജ്മൽ ഇക്ക ഷോപ്പിലാണ്, നമ്മൾ TA ഷോപ്പിലാണ്. അപ്പം ഒരുപാട് ഹെൽമെറ്റുകളുണ്ട് ഇക്ക. നമ്മൾ ഇപ്പം വേറൊരു ആവശ്യത്തിനില്ല പോയപ്പോഴാണ് കയറിയ. അപ്പൊ എന്നാന്ന് ചോദിച്ചാല്, ഇപ്പം ഒരു ഹെൽമെറ്റ് മേടിക്കാൻ വരുന്ന ഒരാൾക്ക് പഠിച്ചേ ചാരിക്കത്തില്ല 100%. അപ്പുറത്തെ ചെക്കിങ് ഉണ്ടെങ്കിൽ ഇപ്പുറത്തെ ഹെൽമെറ്റ് മേടിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കൂടുതൽ. അപ്പൊ അങ്ങനെ കയറി വരുമ്പം ചിലപ്പോൾ ഞാനാണല്ലോ ചോദിക്കും, ഒരു 500 രൂപയുടെ ഹെൽമെറ്റ് മതി, അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ ബഡ്ജറ്റിൽ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഈ അപകടങ്ങൾ ഇത്ര കൂടിയിരിക്കുന്ന സിറ്റുവേഷൻ ഹെൽമെറ്റ് മേടിക്കുമ്പം ഞാൻ മിനിഞ്ഞാന്നൊരു വീഡിയോ ഉണ്ട്. ഒരു ഹെൽമെറ്റ് ട്രക്ക് 3 ഹെൽമെറ്റ് 500-ന്റെയും 800-ന്റെയും 1000-ന്റെയും 2000 നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ 3000-ന്റെ ഹെൽമെറ്റ് വാങ്ങിച്ച് ട്രക്ക് കയറുമ്പോഴേ പൊട്ടുക. 3000-ന്റെ ഹെൽമെറ്റും പൊട്ടി. സത്യം പറഞ്ഞാൽ ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഞെട്ടി, നുണകരണല്ല. അപ്പൊ അത് വെച്ചപ്പോഴാണ് ഈ മനസ്സിൽ ഇങ്ങനെ ഒരു കാര്യം വന്നത്. ഇപ്പൊ ഞങ്ങൾ അപ്പുറത്ത് വന്നപ്പോൾ ഇങ്ങോട്ട് വന്നതിന്റെ കാര്യം തന്നെ, നമുക്ക് ഹെൽമെറ്റ് മേടിക്കുമ്പോൾ അതിനുള്ള മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആൾക്കാർ വാങ്ങിക്കുമ്പോൾ ബഡ്ജറ്റ് മാത്രമല്ലോ. ബഡ്ജറ്റ് ഇല്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല. വണ്ടിയുടെ റിവ്യൂ ഒക്കെ ചെയ്യുന്നേക്കാം. അപ്പൊ നമ്മള് വണ്ടിയെ കുറിച്ചൊക്കെ ഒരുപാട് സ്റ്റഡി ചെയ്തിട്ട് ആൾക്കാർ എടുക്കുന്നത്. പക്ഷെ ഹെൽമെറ്റിനെ കുറിച്ച് വലിയ സ്റ്റഡി ഒന്നും നമ്മള് സാധാരണക്കാരെ പോലീസിന് ആൾക്കാരൊക്കെ അങ്ങനെ നമ്മൾ ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഹെഡ് പ്രൊട്ടക്ഷൻ, ആ ഹെൽമെറ്റ് എന്ന് പറയുന്ന സംഭവം അത് നമ്മളെ സാധാരണക്കാര് അത് ഒരു സംഭവം നോക്കുന്നില്ല. അവര് പോലീസിനെ പിടിക്കാതിരിക്കാനുള്ള സംഭവമാണ് വെക്കുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഇപ്പം വാങ്ങിക്കാൻ വരുന്ന ഒരാളെ സംബന്ധിച്ച് ഇപ്പൊ ഒരു എനിക്ക് പറഞ്ഞ കാര്യം കറക്റ്റ്, ഒരു 1000 രൂപയെങ്കിലും ഹെൽമെറ്റ് വേണ്ടി കൊടുക്കാൻ തയ്യാറാണ്. 300-ന്റെ 200-ന്റെ വാങ്ങിച്ചു ചുമ്മാ അത്രേ ഉള്ളൂ. അപ്പം കുറച്ചുകൂടെ അപ്പം നമുക്ക് ഒരാൾക്ക് കയറി വന്നു കഴിഞ്ഞാല് ഒരുപാട് പൈസ മുടക്കി ഹെൽമെറ്റ് മേടിക്കാനും ശേഷിയില്ല. അതും പറയാതെ നമുക്ക് വലിയ തുകയൊന്നും മുടക്കിയിട്ടൊരു ഹെൽമെറ്റ് മേടിക്കാനുള്ള ശേഷിയില്ല. എന്നാ ഒരു 1000, 1500 അല്ല 500 ഒക്കെ ഒരു കാര്യം ചെയ്യാം, എല്ലായിടത്തും കൂടെ വെക്കുക. അപ്പൊ അജ്മലിക്ക നമ്മുടെ ഫ്രണ്ടിലേക്ക് ഒരു കൂട്ടം ഹെൽമെറ്റ് നിരത്തി വെച്ചിട്ടുണ്ട്. ഈ കട മുഴുവൻ ഹെൽമെറ്റ് ആണ്. എന്നാൽ പോലും നമുക്ക് പെട്ടെന്ന് സാധാരണക്കാരന് വേണ്ട മേടിക്കാൻ പറ്റുന്ന ഹെൽമെറ്റും, ഇച്ചിരി അസാധാരണക്കാരെന്നല്ല എന്ന് വെച്ചാൽ കൂടിയ മേടിക്കാൻ പറ്റുന്ന ഹെൽമെറ്റും. പിന്നെ ഇക്ക ഒരു കാര്യമാണ്, കാരണം ഞാനൊക്കെ എപ്പോഴും ബൈക്കിൽ നടക്കുന്നവരാ. അപ്പൊ എന്ന് വെച്ചാൽ മഴയുള്ളപ്പോഴും അതുപോലെ രാത്രി, എസ്പെഷ്യലി മഴയുള്ളപ്പോൾ രാത്രി ലൈറ്റ് ഇട്ടിട്ട് പോകുന്ന സമയത്ത് നല്ല പണി കിട്ടും. അപ്പൊ അതിനൊക്കെ പറ്റുന്ന സാധനം ഏതാണ്? അതായത് ഈ ബഡ്ജറ്റ് റേഞ്ച് ഇതെല്ലാം കൂടെ വേണം. അതായത് ഒരു ഇലക്കകത്ത് അച്ചാറ്, മാങ്ങ, പുളിശ്ശേരി, സർവ്വ സാധനം വേണം. അപ്പൊ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇക്ക നമ്മുടെ ഫ്രണ്ടിലേക്ക് ഹെൽമെറ്റുകൾ ഇപ്പം ഒരു എത്ര ഉണ്ട്? 1, 2, 3, 4, 5, 6, 7 ഹെൽമെറ്റ് നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പം ഇതിന്റെ ഒരു ബഡ്ജറ്റും ഇത് ഉപയോഗിച്ചുള്ള ഗുണവും ഇത് ഉപയോഗിച്ചുള്ള ദോഷവും ഇക്കാക്ക് ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് എന്നാ തോന്നി, അതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു. എനിക്ക് ഇതിനെ കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും അറിയത്തില്ല. എനിക്കൊന്ന് മനസ്സിലാക്കുകയും ചെയ്യാം. ഈ കാണുന്ന വ്യൂവേഴ്സിന് ഈ ഒരു ഹെൽമെറ്റ് നാളെ മേടിക്കാൻ വന്നു കഴിഞ്ഞാൽ ഈ കടയിൽ കയറി കഴിഞ്ഞാൽ അവൻ ഏതാ ചൂസ് ചെയ്യേണ്ടതെന്ന് ഈ ഒരു ചെറിയ ബഡ്ജറ്റ് റേഞ്ചിൽ ആൾക്കൊരു ഉത്തരം നമുക്ക് കൊടുക്കാൻ പറ്റണം. ഓക്കെ, അപ്പൊ ഇത് ഗാട്ടി എന്ന് പറഞ്ഞ ഒരു ഹെൽമെറ്റ് ആണ്. ഇതിന് ലോക്കൽ ഹെൽമെറ്റ് ആ സത്യത്തിൽ പറയുവാണെങ്കിൽ, പക്ഷെ ഇതൊരു 500 റുപ്പീസിനാണ് നമ്മൾ കൊടുക്കുന്നത് ഇവിടെ. അത് അത്രേ ഉള്ളൂ, അങ്ങനെ വെക്കാൻ പറ്റിയ സംഭവം. ISA എല്ലാം ഉള്ള എല്ലാ സാധനത്തിനും ISA ഉള്ള. ഇത് പിന്നെ വേഗ എന്ന് പറഞ്ഞ ഒരു സംഭവം. ഇതെല്ലാം അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ സംഭവമാണ്. ഇത് അത്യാവശ്യം ലാസ്റ്റിംഗ് ഉണ്ട്, ഗ്ലാസ് ഒന്നും അങ്ങനെ പൊട്ടത്തില്ല. PC വൈസറാ. ഇത് വേഗ എന്ന് പറഞ്ഞ ബ്രാൻഡാ. ISA മാർക്കുള്ള സാധനമാണ്. നല്ല പോലെ ലാസ്റ്റ് ചെയ്യുന്ന സാധനമാണ്. അത്യാവശ്യം 2 വർഷത്തേക്ക് നമുക്ക്, പിന്നെ 2 അല്ല 4 കൊല്ലത്തേക്ക് ഉപയോഗിക്കാം. സേഫ്റ്റി ഉള്ള സാധനമാണ്. വേഗയുടെ തന്നെ. ഇതെല്ലാം കൂടുതലുണ്ട്. ഇത് വേഗ എന്ന് പറഞ്ഞ മെയിൻ ബ്രാൻഡാ. വേഗ, സ്റ്റീൽ ബേഡ്, സ്റ്റഡ്സ്, ഇത് 3 ഇന്ത്യയിലെ ടോപ്പ് ബ്രാൻഡ്. ഇത് വേഗയുടെ തന്നെ റേക്കർ എന്ന് പറഞ്ഞ ഒരു സംഭവം. ഇതാകുമ്പോൾ ഡുവൽ വൈസറും കൂടെയാണ്. പിന്നെ ISA ഡോട്ട് സർട്ടിഫൈഡും ഉണ്ട്. ഡോട്ട് സർട്ടിഫൈഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു പുതിയൊരു സംഭവമാണ്. ഭയങ്കര സേഫ്റ്റി കൂടുതലാണ് നമുക്ക്. അതായത് അകത്ത് നല്ല ഫോം ഉണ്ടാവും. രാത്രി പിന്നെ
ഇതാകുമ്പോൾ ഇത് രാത്രിയിൽ ഇത് ഒഴിവാക്കിയിട്ട് ഇത് മാത്രം ഇട്ട് ഓടിക്കാൻ പറ്റും. പിന്നെ നല്ല വെയിലത്തെല്ലാം ആണെങ്കിൽ നല്ല വെയിലെല്ലാം ഉള്ളപ്പോ ഇത് കണ്ടില്ലേ അകത്തൊരു വൈസറും കൂടെ ഉണ്ട്, അത് ഗ്ലാസ് ഒഴിവാക്കാം. അത് വേറെ ഗുണം എനിക്ക് തോന്നുന്നു. അപ്പൊ ഇത് പോറത്തില്ല, അകത്തിരിക്കുന്നതുകൊണ്ട് അധികം പോറത്തില്ല. കൊള്ളാം. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഒരു 1500 രൂപ, 1450 രൂപ. ഇതാണ് ഇത് ഗ്രാഫിക്സ് വരുമ്പോഴാണ് വില കൂടുതലാവുന്നത്. ഇതാകുമ്പോൾ ISI ഡോട്ട് സർട്ടിഫൈഡ് ഉള്ള സംഭവം തന്നെയാണ്. പിന്നെ സ്പോയിലർ ഉണ്ട്, പിന്നെ വൈസർ കണ്ടില്ലേ, ക്ലിയർ വൈസർ അല്ല, ഇതല്ലേ മിറർ വൈസറാ. അപ്പൊ നമുക്ക് നോക്കാം, അകത്തൊന്ന് നോക്കുമ്പോ നമുക്ക് എല്ലാരും കാണാം, പക്ഷെ നമുക്ക് അകത്തുള്ള സ്പേസ് ഒന്നും അത്യാവശ്യം അടിപൊളി സാധനം. ISI നോട്ട് സർട്ടിഫൈഡ് ഉള്ള നല്ലപോലെ ലാസ്റ്റ് ചെയ്യുന്ന സാധനം. ഹെൽമെറ്റ് നമുക്ക് പരീക്ഷിച്ച് കാണിക്കാൻ പറ്റത്തില്ല, കാരണം നിലത്തിട്ട് പൊട്ടിച്ചാൽ ഇക്ക പറയും ഇത് കാശ് ചോദിക്കും, അതുകൊണ്ട് പൊട്ടിക്കുന്നില്ല. എന്നാലും അത്യാവശ്യം ഇത് വില വരുന്നത് ഇത് 1950 കൊടുക്കാം. 1900 ഫൈനൽ റേറ്റ് അല്ലേ? ഫൈനൽ റേറ്റ്. ഓക്കെ. പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇത് മോഡലാണ്, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഐറ്റം ആയത്. ഇതിന്റെ പല കളറുണ്ട്, നമുക്ക് ബ്ലാക്കും ഉണ്ട്. ബ്ലാക്കിനാകുമ്പോ 200 രൂപീസ് കുറവാണ്. ഇതാകുമ്പോ ഒരു ശാലം ഇതിനെക്കാട്ടിലും ഒക്കെ ഒരു ശാലം വെയിറ്റ് ഉണ്ട് ഈ സാധനത്തിന്. അത്യാവശ്യം നല്ല സേഫ്റ്റി ഇല്ല, അതല്ല, അത് വെച്ച് കഴിയുമ്പോൾ ഏതാണ് ഒരാഴ്ച ഉള്ള പാടേ ഉള്ളൂ. ഇത് ISI ഡോട്ട് സർട്ടിഫൈഡ് ഉള്ള സംഭവമാണ്. സ്റ്റക്സിന്റെ സ്പോയിലർ എല്ലാം ഉണ്ട്, ഗ്രാഫിക്സ് ആണ്. ഇത് എയർ കയറുന്ന സംഭവം. ഇതല്ലേ ഇപ്പൊ ഓപ്പൺ ചെയ്ത എയർ കയറും, ഇവിടെ ഉണ്ട് ഇത് എയർ കയറും. ഇത് പിന്നെ ഡുവൽ വൈസറാ. ഇതല്ലേ മേലോട്ട് നോക്കിയാൽ എയർ കയറുന്ന ഇതൊക്കെ നമുക്ക് ഞാൻ എന്താ ചോദിച്ചാൽ മഴയത്തൊക്കെ പോകുന്ന സമയത്ത് ആ കൂടുതലും അങ്ങനെ ഇതൊരു പ്രശ്നം. അത് ഈ ഗ്ലാസ് ഒഴിവാക്കിയിട്ട് ഇത് മാത്രം ഇട്ട് ഓടിച്ചാൽ ഇത് ആന്റി സ്ക്രാച്ച് ആവത്തില്ലാത്ത സാധനം കൂടെ, സ്ക്രാച്ച് റെസിസ്റ്റന്റും കൂടെ സംഭവം. ഇത് വരുമ്പോഴത്തേനും ഇതൊരു 2550 ആവും. 2550 കളറൊക്കെ അടിപൊളിയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി. ഇതിന്റെ പല കളർ വിലയുള്ള. പിന്നെ ഇത് സ്റ്റീൽ ബേഡിന്റെ എയറോനോട്ടിക്സ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഇത് നല്ലൊരു ഐറ്റമാണ്. ഇത് പിന്നെ ഇത് കണ്ടില്ലേ ആന്റി ഫോവും കൂടെ, നമ്മുടെ ശ്വാസം ഈ സാധനത്തിൽ ഗ്ലാസ്സിൽ പിടിക്കാതെ സെറ്റപ്പും കൂടെ. ഹെൽമെറ്റ് എടുക്കുമ്പോൾ എപ്പോഴും മഞ്ഞായിട്ട് നമ്മുടെ ഗ്ലാസ്സിൽ വരും ചാൻസ് ഉണ്ട്. അപ്പൊ അത് ഒഴിവാകുന്ന ഒരു സംഭവം ഇതിലുണ്ട്. അത്യാവശ്യം നല്ലൊരു ഐറ്റം, നല്ല ബലം. ഇതിന്റെയൊക്കെ പല കളറും പല മോഡലൊക്കെ അവൈലബിൾ ആണ്. അകത്തെ ഒരു സംവിധാനമൊക്കെ ഇതാണോ? ഇത് അത്യാവശ്യം നല്ലൊരു ഹെൽമെറ്റ്. നല്ലൊരു ഹെൽമെറ്റ്. ഇതൊരു 3600 നമുക്ക് കൊടുക്കാം. 3600. ഇതെല്ലാം ആമസോണിൽ എല്ലാം പ്രൈസ് ഒരു 3600, 3550 അതെല്ലാം വിലയാണ്. 300 രൂപ എല്ലാം കുറച്ച്. എല്ലാ സാധനത്തിലും എല്ലാ ഇവിടെ ഉള്ള ഹെൽമെറ്റ് എല്ലാം ആമസോണിനെക്കാളും 50 രൂപ 100 രൂപ കുറവായിരിക്കും. അത് നമ്മൾ കാണിച്ച് ഉറപ്പ് വരുത്തിയിട്ടേ കൊടുക്കുകയുള്ളൂ. ആദ്യം നമ്മൾ സെർച്ച് ചെയ്യിപ്പിച്ചേ കൊടുക്കുകയുള്ളൂ. പിന്നെ ഇത് SMK എന്ന് പറഞ്ഞ ഒരു ഐറ്റമാണ്. ഇതെല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഇത് പിന്നെ കൂടുതലും യൂത്ത് പിള്ളേര് വെക്കുന്ന നമ്മുടെ ക്യാമറമാനൊക്കെ റൈസർമാരാണ്. ഇതാകുമ്പോ SMK എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ്. ഇതിനെ കുറിച്ചൊക്കെ ആൾക്കാർക്ക് ഇപ്പൊ നല്ല പിന്നെ ഇതെല്ലാം ഇതിനെ കുറിച്ചെല്ലാം യൂട്യൂബിലുണ്ട്. GoPro ഒക്കെ പിടിപ്പിക്കാവുന്ന ക്യാമറ അല്ലേ? ഇതെല്ലാം അഡീഷണൽ കൊടുക്കണം. ക്ലാമ്പ് വെച്ച് ഇവിടെ പിടിപ്പിക്കുന്ന സംഭവം പിള്ളേര്. അപ്പൊ ഇതാണ് ഈ ഹെൽമെറ്റ്. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ. അതിന്റെ അകത്തെ ഫോമാണ് അത് കാണിച്ചോളൂ സംഭവം. മെയിൻ ആയിട്ടും ഉള്ള ഇപ്പൊ ഒരുപാട് ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ ഇക്കാലത്ത് നമുക്ക് കാണിക്കാൻ വേണ്ടി പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കുറച്ച് ഹെൽമെറ്റ് എടുത്ത് ഇതിനകത്ത് ഇനി ഹെൽമെറ്റ് മേടിക്കുന്ന സമയത്ത് ഇപ്പൊ എല്ലാം ഉണ്ട്. ഇതിപ്പോ ഒന്ന് ഓരോന്നിന്റെ വില എന്ന് പറഞ്ഞേക്കാം. ഇത് 500 രൂപ, ഇത് 1000 രൂപ, 1500 രൂപ, 2000 രൂപ, 2500 രൂപ, 3500 രൂപ, ഇത് 5000 രൂപ. നമുക്ക് തക്കാലം ഒരു 5000 രൂപ വരെ ഹെൽമെറ്റിന് 5000-ന് താഴെയുള്ള ഹെൽമെറ്റിലായിരുന്നു നമ്മൾ എടുത്തത്. ഇനിയിപ്പോ ഒരു ഹെൽമെറ്റ് മേടിക്കാൻ നേരത്തെ ഞാൻ വന്നതിന്റെ തന്നെ കാര്യം നമുക്ക് ഒരു വാങ്ങിക്കണേല് ഒരു ബഡ്ജറ്റ് റേഞ്ച് ഒരു കമ്പനിയെ പ്രൊമോട്ട് ചെയ്യണ്ട. കാരണം അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. കാരണം എല്ലാ കമ്പനിയും നമ്മളെല്ലാം വിൽക്കുന്നുള്ള ഒരാളെ തന്നെ പറയുന്നത്. എന്നാൽ പോലും നമുക്ക് ഒരാൾക്ക് ഓടി കയറി വന്നിട്ട് ഒരു ഹെൽമെറ്റ് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാല് അവന് പഠിക്കാനുള്ള നേരമില്ല. എന്നതായിരിക്കും പെട്ടെന്ന് ഇപ്പൊ ഞാനാണ് ചോദിക്കുക, എനിക്ക് രാത്രി മഴയത്ത് പോകുന്ന സമയത്ത് റോഡ് കാണാൻ പറ്റും, എന്നാ താഴെ വീണ തല മിച്ചം കിട്ടണം, പിന്നെ വലിയ കഴുത്തിന് വേനയില്ലാത്തൊരു സാധനം. ഇതൊക്കെയാണ് ഒരു ശരാശരി മലയാളി എന്ന നിലയ്ക്ക് എനിക്ക് ഒരു ഹെൽമെറ്റിനെ കുറിച്ച് എൻ്റെ ഒരു സങ്കല്പം. അപ്പൊ അങ്ങനെ ഒരു രീതി സജസ്റ്റ് ചെയ്യാൻ അങ്ങനെ എന്താ ഒരു ഹെൽമെറ്റ് മേടിക്കാൻ നമ്മൾ മിനിമം ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം? മിനിമം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ഓരോരുത്തരുടെ ആവശ്യങ്ങൾ പോലെയാ. ഈ സംഭവം ലൈറ്റ് വെയിറ്റ് ആയ സംഭവമുണ്ട്, ഹെവി വെയിറ്റ് ആയ സംഭവങ്ങളുണ്ട്. പക്ഷെ അതിനെല്ലാം ഓരോരോ സംഭവങ്ങളുണ്ട്. ഇതെന്ന് പറയുമ്പോൾ ഇത് കണ്ടില്ല, ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഇതിന് താടിക്ക് വലിയ സേഫ്റ്റി ഇല്ലെന്ന് ഇത് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. കമ്പനി തന്നെ എഴുതിയിട്ടുണ്ട് സ്റ്റീൽ ബേഡ്. പക്ഷേ ഇത് വളരെ
ലൈറ്റ് വെയിറ്റ് ആണ്. ശരി കേട്ടോ, ഇത് ഒരു കനവില്ല കേട്ടോ, ഇതൊരു തീരെ സിമ്പിൾ. അതാണ് സംഭവം, ഓരോരുത്തരുടെ ആവശ്യം പോലെ കേട്ടോ. ഇപ്പൊ ഈ താടി ഇല്ലാതെ ഹെൽമെറ്റ് പ്രത്യേകം കമ്പനി തന്നെ എഴുതിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ താടി ഇല്ലാത്ത ഉപയോഗിക്കുന്നുണ്ട്, കാരണം താടിയും കൂടെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക്. താടിയുള്ള ഹെൽമെറ്റ് കുറച്ചുകൂടെ കംഫർട്ട് ആയിരിക്കും. അതുകൊണ്ട് ഇതിപ്പോ ഈ താടി ഇങ്ങനെയുള്ള സിസ്റ്റം നിൽക്കുമ്പോഴേ അതെന്നാന്ന് വെച്ചാൽ കൂടുതൽ ലേഡീസ് എല്ലാം കണ്ടില്ല ഈ ഓപ്പൺ ഫേസ് ഹെൽമെറ്റാ വെക്കുന്നത്. അത് അവർക്ക് അതിന്റേതായ ഒരു സംഭവം ബുദ്ധിമുട്ടുണ്ടായിരിക്കും ചിലപ്പോൾ അവർക്ക് ഫുൾ ഫേസ് വെക്കാൻ. അപ്പൊ അത് ലേഡീസിനുള്ള കണ്ടില്ലേ ഓപ്പൺ ഫേസ് ഹെൽമെറ്റ് എല്ലാം കളർഫുൾ ഉണ്ട്, പല മോഡലുണ്ട്. നമ്മൾ ചോദിച്ചില്ലേക്ക്, അപ്പൊ നമ്മളൊരു ഹെൽമെറ്റ് എടുത്ത ചൂസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ചോദിച്ചു അതിനേതായിരിക്കും ഒരു ഉത്തരം കൊടുക്കാൻ പറ്റുന്ന ഒരു ഹെൽമെറ്റ്? സാധാരണ ഒരു ആവറേജ് ഒരു ഹെൽമെറ്റ്, ഒരു സാധാരണക്കാർക്ക് വെക്കാൻ പറ്റിയ ഹെൽമെറ്റ് ഞാൻ സ്റ്റക്സിന്റെ ക്രോം എന്ന് പറഞ്ഞ ഒരു ഹെൽമെറ്റാണ്. ഇതാകുമ്പോൾ വലിയ വില 950 രൂപ ഉള്ളൂ. ഇതൊരു ലാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ 5-6 വർഷം ഈ സംഭവം ഉപയോഗിക്കാം. നമ്മൾ തന്നെ 1 വർഷം വാറന്റി കൊടുക്കുന്നുണ്ട്. അതുപോലത്തെ സാധനമാണ് ഇത് എങ്ങനെ വേണേ ചവിട്ടിപ്പറിച്ച് ഉപയോഗിക്കാവുന്ന ഒരു ഹെൽമെറ്റ്. ഇത് നമുക്ക് വൈസർ ഒഴിച്ച് ബാക്കി അല്ല ഈ ഹെൽമെറ്റിന് കൊടുക്കാൻ പറ്റും. അതാണ് ഞാൻ പറയുന്നത്. എപ്പോഴും എടുക്കുന്ന സ്റ്റക്സിന്റെ ക്രോം എന്ന് പറഞ്ഞ ഹെൽമെറ്റ് എപ്പോഴും ഭയങ്കര മൂവിങ്ങും ഭയങ്കര ലാസ്റ്റിംഗും ഉള്ള ഒരു സംഭവമാണ്. ഇതാകുമ്പോൾ നമുക്ക് 1 വർഷം വാറന്റി കൊടുക്കുന്നു. വൈസർ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും 1 വർഷം വാറന്റി. ഹെൽമെറ്റിന്റെ മോഡൽ സ്റ്റക്സ് ക്രോം അത്രയും നല്ല ഹെൽമെറ്റ്. 5-6 വർഷം ഇത് ഉപയോഗിക്കാം. 945 നമ്മൾക്ക് 900 രൂപയ്ക്ക് ഇത് കൊടുക്കാം. 900 രൂപയുടെ ഹെൽമെറ്റ്. ഇതിന്റെ ഇത് ചെറുതാണോ? തല വലുതാണ്? ഇല്ല അത് എല്ലാവർക്കും പറ്റുന്ന സാധനം. അപ്പൊ ഇതാണ് ഇക്ക ചൂസ് ചെയ്യുന്നത്. സാധാരണക്കാർക്ക് എപ്പോഴും പറഞ്ഞു കൊടുക്കുന്നത് ഹെൽമെറ്റ് മേടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ സേഫ്റ്റി ആദ്യം നമ്മൾ നോക്കണം. നമ്മൾ എപ്പോഴും ഈ 500 രൂപയ്ക്ക് ഹെൽമെറ്റ് കിട്ടുന്നുണ്ട്, പക്ഷെ അതൊരിക്കലും ഞാൻ എപ്പോഴും അത് പറയല 500 രൂപയുടെ ഹെൽമെറ്റ് മേടിക്കുന്നത് നമ്മളൊക്കെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബഡ്ജറ്റ് ട്രെയിൻ ഇപ്പൊ പറഞ്ഞ ചില ടെമ്പററി ആവശ്യങ്ങൾക്ക് അതേ ഉള്ളൂ, താൽക്കാലികമായിട്ട് അപ്പുറത്ത് പോയി ഇറങ്ങുന്ന അത് തന്നെ. അല്ലെ പുറകെ ഇരിക്കാനെല്ലാം ചുമ്മാ ഒരു അത്യാവശ്യ യൂസിന് മാത്രമേ ഇത് ഞാൻ മേടിക്കാവുള്ളൂ. ഒരിക്കലും സേഫ്റ്റിക്ക് വേണ്ടി ഇത് കൂടെ ഹെൽമെറ്റ് മേടിക്കരുതെന്ന് ഞാൻ പറയുന്നത്. നമ്മൾ സേഫ്റ്റി ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഒരിക്കലും 500 രൂപയുടെ ഹെൽമെറ്റ് മേടിക്കില്ല. ആവറേജ് ഒരു 400 രൂപ മേടിക്കുന്ന 1 വർഷം ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് 4 വർഷം ഉപയോഗിക്കുക. അതാ അതിന്റെ പ്രത്യേകത. അവൾക്കൂട്ട് 5 മേടിക്കുന്ന സമയത്ത് ഇതൊരെണ്ണം മേടിച്ചാൽ അത്രേ ഉള്ളൂ. പിന്നെ ഈ ആൾക്കാർ കൂടുതൽ വില കൂടി ഹെൽമെറ്റ് വാങ്ങിക്കുന്ന പ്രൊട്ടക്ഷൻ കൂടുതൽ വേണ്ടി അതും ഒരു റോഡേ പോകുന്ന എത്ര പേര് 5000 രൂപയുടെ ഹെൽമെറ്റ് വെക്കുന്നുണ്ട്. 500 വണ്ടി പോയാൽ അതിനകത്ത് 3 വണ്ടിക്കകത്തുള്ള ആൾക്കാരെ ഈ 5000-1000 ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നു. നമ്മളെ പോലുള്ള മിഡിൽ സെഗ്മെന്റുകാരൻ അത്യാവശ്യം ബഡ്ജറ്റിൽ നിൽക്കാവുന്ന ഹെൽമെറ്റ് അല്ലേ? എനിക്കും തോന്നുന്നത് 1500 വരെ ഇപ്പൊ ഇവിടെ പറഞ്ഞ ഒരു ഹെൽമെറ്റ് ഇല്ല 1500 ഇതും അത്യാവശ്യം നല്ലൊരു നല്ല സാധനം. അതാകുമ്പോ ISO ഡോട്ട് സർട്ടിഫൈഡ് ഉള്ള സംഭവം. ഒരു 1500 രൂപ വരെ ബഡ്ജറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ടൈപ്പ് ഹെൽമെറ്റ് നോക്കാം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത്യാവശ്യം പ്രൊട്ടക്ഷൻ നല്ലതായിട്ട് അല്ലേ? പിന്നെ അല്ലേ? അതെ റിമൂവബിൾ വാഷിംഗ്. ഇതിന്റെ അതെന്നാ അറിയാം, നമ്മൾ മുമ്പേ പറഞ്ഞ ഇന്നറല്ല ഒരു വാഷ് ചെയ്യാവുന്ന സംഭവമൊക്കെ ഉണ്ടല്ലോ. നമുക്കപ്പോ അതിന്റേതായ ഒരു നമുക്ക് വെയിലത്തൊക്കെ പോകുമ്പോൾ എക്സ്ട്രാ കൂളിംഗ് ഗ്ലാസ് ഒന്നും വേണ്ട. അതുപോലെ തന്നെ അല്ലേ? പിന്നെ വാഷ് ചെയ്യാന്ന് ഇന്നറെല്ലാം വാഷ് ചെയ്ത് ഊരാവുന്ന റിമൂവലാ. ഇന്നർ ഇതുണ്ടല്ലേ, ഇത് ഊരി നമുക്ക് വാഷ് ചെയ്യാൻ വേണമെങ്കിൽ. എന്റെ ഷർട്സിന്റെ ഹെൽമെറ്റ് ഈ ടൈപ്പ് ഒരു ഹെൽമെറ്റ് ആ എന്റെ അടുത്തുള്ളേ. അപ്പൊ എന്താ വെച്ചാൽ അത് കുറെ ഒരു 2 വർഷം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ തലയ്ക്ക് അതിരുന്ന് പറ്റത്തില്ല, പിന്നെ ഇത് മാറാനും ഇപ്പൊ നമ്മൾ കൂടിയ ഹെൽമെറ്റിൽ ഈ വേഗാട് ഇതെല്ലാം കണ്ടില്ലേ, ഇതെല്ലാം 2000 രൂപയുടെ ഹെൽമെറ്റ്. ഇതൊക്കെ നമുക്ക് ഇതുണ്ടല്ലേ റിമൂവ് ചെയ്യാവുന്ന ഇന്നർ നമുക്ക് റിമൂവ് ചെയ്യാം. നമുക്ക് അഫോർഡബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 1900 രൂപയ്ക്ക് നമ്മൾ ഓൺലൈനെക്കാളും 100 രൂപ കുറവില്ല ഹെൽമെറ്റ് ആണ് കേട്ടോ. കാരണം ഇതെല്ലാം ഊരുകയും ചെയ്യാം, അത്യാവശ്യം പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഇക്കയുടെ ഷോപ്പിലെ ഒരു ഹെൽമെറ്റിന്റെ ശേഖരം ഉണ്ട്. അപ്പൊ ഇക്ക പെട്ടെന്ന് നിങ്ങൾക്ക് ഒന്ന് ഇവർക്കൊന്ന് കാണിച്ചു, ലേഡീസിനൊക്കെ എസ്പെഷ്യലി ഉള്ള സാധനങ്ങളെല്ലാം പെട്ടെന്ന് വലിയ ലാഗ്. ഈ ഹെൽമെറ്റ് എല്ലാം കണ്ടില്ലേ, ഇതെല്ലാം നമുക്ക് ബുള്ളറ്റിന് ഉപയോഗിക്കുന്ന ഹെൽമെറ്റാണ്. ഇതെല്ലാം ഇതാകുമ്പോ ഇത് കണ്ടില്ലേ, ഇത് വൈസറില്ല, കൂളിംഗ് ഗ്ലാസ് മാത്രം വെച്ച് ഉപയോഗിക്കുന്ന ഒരു സംഭവം എയർഗോടെ. ഇതെല്ലാം ആകുമ്പോൾ നമുക്ക് 850 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. ബഡ്ജറ്റിൽ നിൽക്കണം. അത് തന്നെ. പിന്നെ ഇതെല്ലാം കണ്ടില്ലേ, ഇതെല്ലാം കുട്ടികൾക്കുള്ള സംഭവമാണ്. അതായത് 6 വയസ്സ് തൊട്ട് 14 വയസ്സുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ വേഗ ബഡ്സ് എന്ന് പറഞ്ഞ ഒരു സംഭവം. ഇതിന്റെ ഓപ്പൺ ഫേസ് കൊണ്ട് ഫുൾ ഫേസ്. ഇത് വില വരുമ്പോൾ എത്ര? ഇത് 999 രൂപ. നമ്മൾ 950 വില കൊടുക്കുന്ന നമ്മുടെ കുട്ടികൾ. എപ്പോഴും നമ്മളെപ്പോഴും കുട്ടികൾക്കെല്ലാം മേടിക്കുമ്പോൾ ബ്രാൻഡഡ് സാധനം മേടിക്കാവുള്ളൂ. വേഗ എന്നെല്ലാം പറഞ്ഞാൽ അത്യാവശ്യം നല്ല സാധനമാണ്. ഹെൽമെറ്റ് സർവീസ് ഉണ്ടോ ശരിക്കും? ഹെൽമെറ്റ് സർവീസ് ഉണ്ട്. നമുക്ക് വൈസർ അല്ല എല്ലാത്തിന്റെ അവൈലബിൾ ആണ് ഇവിടെ ഉള്ള ഹെൽമെറ്റിന്റെ എല്ലാം. ഇതൊക്കെ ലേഡീസിനെ കണ്ടില്ലേ, അവർക്ക് വലിയ വെയിറ്റ് ഒന്നും വെക്കാൻ പറ്റാത്ത ലേഡീസിനുള്ള ഈ എല്ലാ സൈസ് കളറും ഉണ്ട്.
വേഗയുടെ ആറ്റം എന്ന് പറയുന്ന സംഭവം. ഇത് നമ്മൾ 890 രൂപ അതിന്റെ MRP, നമ്മൾ 850 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ എടുത്ത ടൈപ്പ് അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ അത് തന്നെ. അതിന്റെ എല്ലാ കളർഫുൾ ഉണ്ട്. എല്ലാ പ്രായത്തിലുള്ള, അതായത് എല്ലാവർക്കും നമ്മുടെ, അതായത് പ്രായം ചെറിയതായിക്കോട്ടെ വലുതായിക്കോട്ടെ എല്ലാവർക്കും തല. പിന്നെ വേഗ എഡ്ജ് എന്ന് പറഞ്ഞ ഒരു സാധനം, ഇതാകുമ്പോൾ 1300 രൂപയിൽ നമുക്ക് ഗ്രാഫിക്സ് കിട്ടും. അതാണ് അത്യാവശ്യം നമ്മൾ ഒരുപാട് ആൾക്കാർ. ബാക്കി പറഞ്ഞ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞ സംഭവം എല്ലാം നമ്മൾ 2000 രൂപയുടെ മേളിലോട്ട് 1300 രൂപയ്ക്ക് ഗ്രാഫിക്സ് കിട്ടുന്ന സംഭവം 1250 രൂപയ്ക്ക് നമ്മൾ ഇവിടെ കൊടുക്കും. കുഴപ്പമില്ല. വേഗയുടെ സാധനമാണ് എഡ്ജ് എന്ന് പറഞ്ഞാൽ. അത്യാവശ്യം പല കളറും ഇവിടെ ഭാരമില്ല കേട്ടോ, അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആണ്. കഴിച്ചോ? അപ്പൊ ഇതൊക്കെയാണ് അത്യാവശ്യം വരുന്ന ഹെൽമെറ്റിന്റെ സ്റ്റോക്ക് അല്ലെ? അതെ, ഇത് മതി. കാരണം എന്താന്ന് ചോദിച്ചാൽ ഇപ്പൊ എല്ലാ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കും ഉണ്ടല്ലോ, ലേഡീസിനുള്ള, പിള്ളേർക്കുള്ള, പിന്നെ നമ്മളുള്ളത്. അപ്പം ഇതൊക്കെയാണ് ഹെൽമെറ്റിന്റെ ഒരു നോക്കേണ്ട കാര്യം അല്ലേ? അപ്പൊ അത്യാവശ്യം നിങ്ങൾ എല്ലാവരും അത്യാവശ്യം ഉപയോഗിക്കുമ്പോൾ ക്വാളിറ്റി ഉള്ള ഒരു ഹെൽമെറ്റ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. കാരണം തീരെ കുറഞ്ഞത് ആരെയും കുറ്റം പറയുന്നതല്ല, കുറച്ചും കൂടെ നല്ല ഹെൽമെറ്റുകളൊക്കെ ഉപയോഗിക്കുക അല്ലേ? പിന്നെ അത് വിലയൊന്നും നോക്കണ്ട, നമുക്ക് പറ്റുന്ന റേഞ്ച് ആണെങ്കിൽ നല്ലത് തന്നെ ചൂസ് ചെയ്യാം. ഇക്ക നമ്മള് ഒരു കാര്യം ചോദിക്കാൻ പറ്റും, ഇതിപ്പോ നമ്മള് ഇക്ക ഡെലിവറി ചെയ്യുന്നുണ്ടോ? ഡെലിവറി നമ്മൾ ഏത് സാധനം വേണേ നമ്മൾ അയച്ചു കൊടുക്കും. ഡെലിവറി ചാർജ് 50 രൂപ ആകുന്നുള്ളൂ. നമ്മൾ എവിടെ വേണേ അയച്ചു കൊടുക്കും. ഇക്ക ഓണായിട്ട് ഹെൽമെറ്റിന് എന്തെങ്കിലും ഒരു ഓഫർ ഉണ്ടോ? ഹെൽമെറ്റ് നമ്മളിപ്പോ ഓണമായിട്ട് ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഏത് ഹെൽമെറ്റ് എടുത്താലും നമ്മൾ ഒരു കൂളിംഗ് ഗ്ലാസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും. അതെയോ? ഇതിലുള്ള ഏത് കൂളിംഗ് ഗ്ലാസ് വേണമെങ്കിൽ നമുക്ക്. അപ്പൊ ഇക്ക നമുക്ക് ഹെൽമെറ്റ് മേടിക്കുന്നവർക്ക് ഓണായിട്ട് പടക്കം കൂളിംഗ് ഗ്ലാസ് നമുക്ക് എല്ലാവർക്കും തരുന്നതായിരിക്കും. ഇക്ക ഡെലിവറി ചെയ്യുന്നവർക്ക് ഒരു കൂളിംഗ് ഗ്ലാസ് അയച്ചു കൊടുക്കൂല്ലോ അല്ലേ? പിന്നെ സർവീസ് എല്ലാം അത്യാവശ്യം സർവീസ് നമ്മളെല്ലാം, ഇതിന്റെ വൈസർ ഉണ്ട്, ഇതിന്റെ ലോക്ക് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതിന്റെ എല്ലാ സംഭവം നമുക്ക് കിട്ടുന്നതാണ്. അപ്പം ഇക്കാടെ ഇൻസ്റ്റാഗ്രാമും ഫോൺ നമ്പറും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങളുടെ ബഡ്ജറ്റിന് വേണ്ട ഇക്കാടെ നമ്പർ ഞങ്ങൾ കൊടുക്കാം, വാട്സാപ്പ് നമ്പർ കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾക്ക് വില കൊടുക്കുക, കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുക. നമുക്ക് ഫോട്ടോ എല്ലാം അതിന്റെ താഴെ. എസ്പെഷ്യലി ഞങ്ങൾ ആരും വിചാരിച്ചേക്കല്ല ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല, ഞങ്ങൾ ഇവിടെ വേറെ അച്ഛൻ വന്നപ്പോ കയറി. കാരണം ചിലപ്പോ അങ്ങനെ ചിന്തിക്കും. അപ്പം വേണ്ട കാര്യങ്ങൾ അയച്ചു കൊടുത്തേക്ക്, കണ്ണാടി കൊടുക്കുക. അപ്പൊ ഓണായിട്ട് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കിട്ടട്ടെ. എന്നറിയുക, ഓണാകുമ്പോ എല്ലാരും എന്തെങ്കിലും ചോദിക്കും. നമ്മളാണെങ്കിൽ ഒരു കട കയറി എന്തെങ്കിലും ചോദിക്കുന്നു. അപ്പൊ എന്തെങ്കിലും സന്തോഷം. നല്ല നല്ല ആരെല്ലാം വാങ്ങിക്കാൻ വന്നാലും നല്ല കാര്യങ്ങൾ, നമുക്ക് പറ്റുന്ന ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങൾ, ഏതൊരാൾ വന്നാലും വിളിക്കുക. അവനവന്റെ ആവശ്യം എന്നാണ്, എനിക്ക് എന്താണോ ഞാൻ എന്റെ ആവശ്യം പറയും. അപ്പൊ എന്റെ ആവശ്യത്തിനുള്ളത് എനിക്കറിയാം. കാരണം എനിക്ക് പറ്റാത്തൊരു സാധനം ഞാൻ കൊണ്ടുപോയാൽ എനിക്കത് പാരയാണ്. ഇതൊക്കെ ഈ 1000-1500 മുടക്കിയിട്ട് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ തൃപ്തി അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവന്നാല് ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോ കൊണ്ടുപോയി കഴിഞ്ഞാൽ 2 ദിവസം യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇത് നിങ്ങൾക്ക് തിരിച്ച് ആർക്ക് കംഫർട്ട് അല്ല, പിന്നെ തിരിച്ചു വരുന്നല്ല. ഇവിടെയൊക്കെ വെച്ച് അതിനെ കുറിച്ച് നല്ലതായിട്ട് മനസ്സിലാക്കി ആ ഒരു കംഫർട്ട് ഓടി കയറി വന്ന് ഒരു ഹെൽമെറ്റ് എടുത്ത് തിരിച്ചിറങ്ങി ഓടാതെ അതിനെ കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കുക. അറിയില്ലെങ്കിൽ തന്നെ നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു കൊടുക്കും. അപ്പൊ അതൊക്കെ പറഞ്ഞ സമയം നീട്ടുന്നില്ല. നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നമ്മുടെ തലക്കാട്ടിലും വലുത് കാര്യങ്ങളൊന്നും നമുക്കില്ല. കാരണം സ്വന്തം തലയാണല്ലോ ഏറ്റവും വലുത്. വണ്ടി മേടിക്കാൻ എത്ര രൂപ മുടക്കി നമ്മൾ മേടിച്ചാലും ഒരു നല്ല ഹെൽമെറ്റ് കൂടെ ഡീലർഷിപ്പിൽ നിന്ന് തരുന്നതിന് ക്വാളിറ്റി കുറഞ്ഞാണെങ്കിൽ ഉറപ്പായിട്ടും വേണ്ടാന്ന് തന്നെ വെച്ചേക്കും. വണ്ടിയുടെ കൂടെ കിട്ടുന്നുണ്ട്. അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം.